പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ഓപ്പൺ ഡോർസ്. വർഷം തോറും ക്രൈസ്തവരെക്കുറിച്ചും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ, പീഡനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അവ വേൾഡ് വാച്ച് ലിസ്റ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട്. സംഘടനയുടെ നിരീക്ഷണങ്ങളെ ലോകം ആധികാരികതയോടെയാണ് വീക്ഷിക്കാറുള്ളത്. ക്രൈസ്തവ പീഡനം സംബന്ധിച്ച ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുമായാണ് ഓപ്പൺ ഡോർസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ക്രൈസ്തവർ അതിക്രൂരമായ മതപീഡനത്തിന് ഇരകളാകുന്ന 50 രാജ്യങ്ങളുടെ പട്ടികയാണ് ഓപ്പൺ ഡോർസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 2022-നും സെപ്റ്റംബർ 2023-നും ഇടയിൽ നടന്ന പീഡനങ്ങളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ജനുവരി 17-ന് ഇറ്റാലിയൻ ഹൌസ് ഓഫ് ഡെപ്യൂട്ടീസിലാണ് പ്രസ്തുത റിപ്പോർട്ട് അവതരിപ്പിച്ചത്. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 365 ദശലക്ഷത്തിലധികം ക്രൈസ്തവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതപീഡനത്തിന് ഇരകളാകുന്നുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ കണക്ക് വ്യക്തമാക്കുന്നത് ലോകത്തിലെ ക്രൈസ്തവരിൽ 7-ൽ ഒരാൾ മതപീഡനത്തിന് ഇരയാകുന്നു എന്നാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 13 രാജ്യങ്ങളിൽ അതിക്രൂരമായ ക്രൈസ്തവ മതപീഡനമാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തി. ആക്രമണങ്ങൾ, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ആരാധനാ മേഖലകളിലെ വിവേചനം എന്നിവ ഈ 13 രാജ്യങ്ങളിൽ വർദ്ധിക്കുന്നതായി മുൻ റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്തുകൊണ്ട് ഓപ്പൺ ഡോർസ് വ്യക്തമാക്കി. നോർത്ത് കൊറിയയാണ് പട്ടികയിലെ 1-ാം സ്ഥാനത്ത്. ഇവിടെ ക്രൈസ്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ് ഭരണകൂടം. ആരെങ്കിലും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് വധശിക്ഷയാണ് നോർത്ത് കൊറിയ വിധിക്കുക. നോർത്ത് കൊറിയ കഴിഞ്ഞാൽ സൊമാലിയ, ലിബിയ, എറിത്രിയ, യമൻ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, സിറിയ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ 13 സ്ഥാനത്ത് ഉള്ളത്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് നൈജീരിയ. കൂടാതെ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങളും ക്രൈസ്തവ സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പലായനം ചെയ്തതും 2022-നെ അപേക്ഷിച്ച് 2023-ലായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 3 ലക്ഷത്തോളം ആളുകൾ ഇവിടെ നിന്നും പലായനം ചെയ്തതായി റിപ്പോർട്ട് പറയുന്നു. അതേസമയം മതപീഡന പട്ടികയിൽ ഇന്ത്യ 11-ാം സ്ഥാനത്താണ് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ 5-ൽ 2 ക്രൈസ്തവരും ആഫ്രിക്കയിൽ 5-ൽ 1 ക്രൈസ്തവരും മതപീഡനത്തിന് ഇരകളാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ക്രൈസ്തവ മതപീഡനത്തിന്റെ തോത് വർദ്ധിച്ചതായാണ് ഓപ്പൺ ഡോർസിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ട് മുന്നിൽ വയ്ക്കുന്ന വസ്തുത. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്ന ന്യൂസ്.